പ്രിയപ്പെട്ട യാത്രക്കാരെ, ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് യാത്രകളിൽ പങ്കുചേരുമല്ലോ. നമ്മുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലെ ബോട്ടിങ്ങിനെ കുറിച്ചാണ്. നിരവധി കായലുകളും കൈത്തോടുകളും പാലങ്ങളും നിറഞ്ഞ പട്ടണമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിനു സമീപമാണ്. നിരവധി യാത്രാ ബോട്ടുകൾ സഞ്ചാരികളെ കാത്ത് കായലിൽ കിടപ്പുണ്ട്. വിദേശ ടൂറിസ്റ്റുകൾക്ക് 1-2 ആഴ്ച കായലിൽ ഹൗസ് ബോട്ടിൽ താമസിച്ചുകൊണ്ട് കായൽ കാഴ്ചകൾ കണ്ടും നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ഉള്ള സൗകര്യം ഉണ്ട്. ഹൗസ് ബോട്ടുകൾക്ക് ദിവസ വാടകയാണ് ഉള്ളത്. എന്നാൽ ശിക്കാര, കെട്ടുവള്ളങ്ങൾ എന്നിവ മണിക്കൂർ നിരക്കിലാണ് വാടക ഈടാക്കുന്നത്. ആലപ്പുഴയിലെ ഉൾനാടൻ ഗ്രാമങ്ങളെ പട്ടണവുമായി ബന്ധിപ്പിക്കുന്നത് ജലഗതാഗതത്തിലൂടെയാണ്. വിദ്യാർത്ഥികൾ, സ്ഥിരം ജോലിക്കാർ, മറ്റ് ആവശ്യങ്ങൾക്കായി പട്ടണത്തിലേക്ക് വരുന്നവർ എന്നിവരെല്ലാം സ്ഥിരമായി ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്കുള്ള ബോട്ട് സർവീസ് ആണ് നിലവിൽ ജലഗതാഗത വകുപ്പിൻ്റെ ദീർഘദൂര യാത്രാ സർവീസ്. ആദ്യത്തെ യാത്ര രാവിലെ 7 മണിക്ക് ആലപ്പുഴയിൽ നിന്നും കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിലേക്ക്. അത് കഴിഞ്ഞ് അടുത്ത കോട്ടയം ബോട്ടിൻ്റെ യാത്രാസമയം രാവിലെ 9:30 ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്ര ബോട്ടിലാണ്. വെറും 29 രൂപയ്ക്ക് 2.5 മണിക്കൂർ ബോട്ടിംഗ് യാത്ര. ഈ യാത്രയിലൂടെ ആലപ്പുഴയിലെ ഉൾനാടൻ ഗ്രാമജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും കായൽ കാഴ്ചകൾ ആസ്വദിക്കുവാനും നമ്മെ സഹായിക്കുന്നു. കുട്ടനാട്ടിലെ പ്രധാന വരുമാന മാർഗം നെൽകൃഷിയും മത്സ്യബന്ധനവും ആണ്. സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ 2 തവണയായി ഇവിടെ നെൽകൃഷി ഇറക്കുന്നു. വലിയ മോട്ടോർ ഉപയോഗിച്ചാണ് ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരങ്ങളിലെ വെള്ളം കായലിലേക്ക് അടിച്ചു കയറ്റുന്നത്. ചില പാടശേഖരങ്ങളിൽ മഴക്കാലത്ത് ചുവന്ന താമരപ്പൂ കൃഷി ചെയ്യുകയും ഫോട്ടോഷൂട്ടിങ്ങിനും ടൂറിസത്തിൻ്റെ ഭാഗമായി താമരപ്പാടത്തേക്കുള്ള വഞ്ചി യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കരിങ്കൽ ഭിത്തി കെട്ടി കായലും പാടവും വേർതിരിച്ചു നിർത്തുക കർഷകരുടെ ശ്രമകരമായ അധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഫലമാണ്. മഴക്കാലത്ത് ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ കെട്ടി നിർത്തിയ ഭാഗങ്ങളിൽ ചിലപ്പോൾ വിള്ളൽ വീഴുകയും വെള്ളം കുത്തിയൊലിച്ചു വന്ന് കൃഷിയിടങ്ങൾ നശിച്ചു പോവുകയും ചെയ്യാറുണ്ട്. മടവീഴ്ച എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വീടുകൾക്ക് മുന്നിൽ പരന്നു കിടക്കുന്ന കായലും വീടുകൾക്ക് പുറകിൽ പാടശേഖരവും ആയതിനാൽ പ്രത്യേക കാലാവസ്ഥയാണ് ഇവിടങ്ങളിൽ ഉള്ളത്. വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ വഞ്ചിയിൽ ആണ് എത്തിക്കുക. ഒട്ടുമിക്ക വീടുകളിലും ചെറിയ ഒരു വഞ്ചിയെങ്കിലും ഉണ്ടായിരിക്കും. കുട്ടനാട്ടിലെ ജലജീവിതത്തെക്കുറിച്ച് പറയുന്ന നിരവധി ഡോക്യുമെൻ്ററികളും സിനിമകളും മലയാളത്തിൽ ലഭ്യമാണ്. ഓരോ ബോട്ട് കടവിലും യാത്രാ ബോട്ടുകൾ അടുപ്പിച്ചു നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ബോട്ടിലെ ജീവനക്കാർ ആണ്. ഇത് ഒത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ്. ബോട്ട് തെന്നി നീങ്ങാതെ ഇരിക്കുവാൻ വടം ഉപയോഗിച്ച് കടവിലെ കുറ്റിയിൽ ബലമായി ബന്ധിപ്പിക്കുന്നത് ഒരു പ്രത്യേക പണി തന്നെയാണ്. ഏറെ കൗതുകകരമായ ദൃശ്യാനുഭവങ്ങൾ ഓരോ യാത്രക്കാരനും സമ്മാനിക്കുന്നതാണ് ജലയാത്ര. സാധിക്കുന്ന എല്ലാ സഞ്ചാരികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആലപ്പുഴ മുതൽ കോട്ടയം വരെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് സുന്ദരമായ പ്രകൃതിയുടെ ദൃശ്യ സൗന്ദര്യം ആസ്വദിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് സഞ്ചാരി യാത്രാ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകുമല്ലോ. അടുത്ത മനോഹരമായ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. എന്നോടൊപ്പമുള്ള യാത്രകളിലേക്ക് നിങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.